സഭയിൽ പ്രതിപക്ഷത്തിന്റെ ആവശ്യമാണ് അടിയന്തര പ്രമേയം എന്നത്. എന്നാൽ ആ അവകാശത്തെ നിഷേധിക്കുന്ന നിലപാടാണ് സഭയിൽ സ്പീക്കർ സ്വീകരിക്കുന്നത്, ഭരണപക്ഷം സ്വീകരിക്കുന്നത് എന്ന ആരോപണമാണ് പ്രതിപക്ഷത്തു നിന്നും പ്രധാനമായും ഉയരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് രാവിലെ അടിയന്തര പ്രമേയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉയർന്നു വന്നതുകൂടി നമ്മൾ ആ വിധത്തിൽ തന്നെ വേണം പരിശോധിക്കാൻ. സ്പീക്കറെ ഉപരോധിക്കുന്ന ഒരു ഘട്ടമുണ്ടായ സാഹചര്യത്തിൽ സ്പീക്കർ പ്രതിപക്ഷാംഗങ്ങളെ ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു. അപ്പോഴും ഈ ഒരു പ്രതിഷേധം പ്രതിപക്ഷാംഗങ്ങൾ VSന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷാംഗങ്ങൾ അറിയിക്കുകയും ചെയ്തു. സഭയിൽ സാധാരണയായി കണ്ടുവരാത്ത നടപടിയാണ് സ്പീക്കറുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്ന് VS അച്യുതാനന്ദൻ ആരോപിക്കുന്നു. ഭരണപക്ഷത്തിന്റെ ഭീഷണിക്ക് വഴങ്ങുകയാണ് സ്പീക്കർ ചെയ്യുന്നത് എന്നും VS ആരോപിച്ചു. സുനിൽ അരുമാനൂർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സുനിൽ, സുപ്രധാനമായ ഒരു വിഷയം ഇത് തന്നെയാണ്. തുടർച്ചയായി ഇത്തരത്തിൽ അടിയന്തര പ്രമേയങ്ങൾ അവതരിപ്പിക്കാനുള്ള അനുമതി നിഷേധിക്കുന്ന ഒരു നിലപാടിലേക്ക് സ്പീക്കർ പോകുന്നു. ഇന്ന് പ്രത്യേകിച്ച് ഭരണപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ഏകപക്ഷീയമായ നിലപാട് സ്പീക്കർ സ്വീകരിച്ച ഘട്ടത്തിൽ കൂടിയാണ് പ്രതിപക്ഷ നേതാവ് ഇത്തരം കാര്യങ്ങൾ വിശദീകരിച്ചത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? പ്രതിപക്ഷം സീറോ അവർ നിയമസഭയിലെയും അതുപോലെ പാർലമെന്റിലെയും സീറോ അവർ എന്ന് പറയുന്നത് പ്രതിപക്ഷത്തിന്റെ പ്രശ്നങ്ങൾ ഉന്നയിക്കാനുള്ളതാണ്. പ്രതിപക്ഷത്തിന്റെ പ്രശ്നങ്ങൾ അടിയന്തര പ്രമേയമായി തന്നെയാണ് പ്രധാനമായും ഉന്നയിക്കുന്നത്. ഇത്തരത്തിൽ പ്രതിപക്ഷത്തിന് ഉള്ള 65 അംഗങ്ങളുള്ള പ്രതിപക്ഷത്തിനോട് സഭ കാണിച്ച അവകാശ ലംഘനമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നതെന്നാണ് VS പറഞ്ഞത്. വളരെ അപൂർവമായിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് ഇതിനെ വിലയിരുത്തേണ്ടത്. കാരണം പ്രതിപക്ഷത്തിന്റെ അവകാശമായ അടിയന്തര പ്രമേയത്തെ നിഷേധിക്കുന്ന അസാധാരണ നടപടി സഭയിൽ ഉണ്ടായി. സ്പീക്കറെ കൊണ്ട് ഭരണപക്ഷമാണ് ഇത്തരത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചത്. പ്രതിയെ സംബന്ധിച്ച് അന്വേഷിക്കണം, വലിയൊരു അഴിമതി പുറത്തു കൊണ്ടുവരണം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കാൻ ശ്രമിച്ചത്. KPCC പ്രസിഡന്റ് കോൺഗ്രസ് കമ്മിറ്റിയെ കൈകാര്യം ചെയ്യുന്നത് പോലെ സഭയെ കൈകാര്യം ചെയ്യാനാണ് മുഖ്യമന്ത്രി ശ്രമിച്ചത്. ഇതിന് സ്പീക്കർ കൂട്ടുനിൽക്കുന്ന ഒരു സാഹചര്യവും സ്പീക്കർക്ക് ഇത് അനുവദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സ്പീക്കറിന്റെ വിശദീകരണത്തിൽ നിന്ന് മനസ്സിലായത്. സ്പീക്കർ താൻ സഭയിൽ സ്വീകരിച്ച നിലപാടിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചുവെങ്കിലും അത് പരാജയപ്പെടുകയായിരുന്നു. സ്പീക്കർ പറഞ്ഞ കാര്യങ്ങളെ സാധൂകരിക്കാൻ സ്പീക്കറെ തന്നെ ആയിട്ടില്ല എന്നാണ് ചർച്ചയിൽ മനസ്സിലാക്കാൻ സാധിച്ചതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഇനിയുള്ള നടപടികൾ പ്രതിപക്ഷം നിരീക്ഷിക്കും. സഭയിൽ പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങൾ ലംഘിക്കുന്ന തരത്തിലേക്കാണ് സഭാ നടപടികൾ പോകുന്നതെങ്കിൽ ശക്തമായ രീതിയിലുള്ള ഒരു എതിർപ്പ് അല്ലെങ്കിൽ ഒരു പ്രതിരോധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ നൽകിയിരിക്കുന്നത്. ഏകപക്ഷീയമായ നിലപാടിൽ പ്രതിഷേധിച്ചു എന്നുള്ളതും വളരെ വ്യക്തമായി പറയുന്നുണ്ട്. പാർലമെന്റിൽ വളരെ കുറച്ചു മാത്രമുള്ള പ്രതിപക്ഷം സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ പാർലമെന്റിൽ നടുത്തളത്തിലിറങ്ങി സമരം നടത്തുന്നുണ്ട്. ഇത് അവകാശങ്ങൾക്ക് വേണ്ടിയുള്ളതാണെന്ന് തങ്ങൾക്ക് മനസ്സിലാകുന്നു. പക്ഷെ ഉമ്മൻചാണ്ടിക്ക് അത് മനസ്സിലാകുന്നില്ല എന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി.